സംസ്ഥാനത്തെ വൈദ്യുതി ഉപഭോഗം ചരിത്രത്തിലാദ്യമായി 11 കോടി യൂണിറ്റ് കടന്നിരിക്കുന്നു. വൈകിട്ടത്തെ വൈദ്യുതി ആവശ്യകതയും സർവകാല റെക്കോർഡിലാണ് ഇപ്പോഴുള്ളത്. വി ഗിരീഷ് തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകാനുണ്ട്. ഗിരീഷ്, കനത്ത വേനലാണ്, ചൂടാണ്. അതുകൊണ്ട് തന്നെ വൈദ്യുതി ഉപഭോഗം വർദ്ധിക്കുന്നതിൽ അത്ഭുതപ്പെടാനില്ല. ഇതൊരു സർവകാല റെക്കോർഡിൽ എത്തി നിൽക്കുന്നു. വൈദ്യുതി പ്രതിസന്ധി ഉണ്ടാകാനുള്ള സാഹചര്യം നിലനിൽക്കുന്നുണ്ടോ? എന്താണ് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ? ഗോപികൃഷ്ണൻ, സംസ്ഥാനത്തെ വൈദ്യുതി ഉപയോഗം അതിന്റെ സർവകാല റെക്കോർഡിലേക്ക് എത്തിയിരിക്കുന്നു. വേനൽ കടുക്കുന്ന ഓരോ ദിവസവും ഉപയോഗം വർദ്ധിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കണക്കുകൾ വ്യക്തമാക്കുന്നത്. ചരിത്രത്തിൽ ആദ്യമായി വൈദ്യുതി ഉപയോഗം ഒരു ദിവസം 11 കോടി യൂണിറ്റ് കടന്നിരിക്കുന്നു. കൃത്യമായി പറഞ്ഞാൽ 110.10 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ് ഇന്നലെ ഉപയോഗിച്ചത്. 6-ാം തീയതിയിലെ റെക്കോർഡായ 108.22 ദശലക്ഷം എന്ന റെക്കോർഡിനെ ഭേദിച്ചുകൊണ്ടാണ് ഇപ്പോൾ വൈദ്യുതി ഉപയോഗം 11 കോടിയിലേക്ക് ഒരു ദിവസം എത്തിയിരിക്കുന്നത്. അതുപോലത്തെ വൈകുന്നേരത്തെ വൈദ്യുതി ആവശ്യകതയും സർവകാല റെക്കോർഡ് ഭേദിച്ചിരിക്കുന്നു. ഇന്നലെ 5487 മെഗാവാട്ട് ആയിരുന്നു ഏറ്റവും കൂടിയ വൈദ്യുതി ആവശ്യകത. കോർപ്പറേഷൻ ചൂണ്ടിക്കാണിച്ച പോലെ ഒരു വൈദ്യുതി പ്രതിസന്ധി നിലവിൽ ബോർഡ് അഭിമുഖീകരിക്കുന്നുണ്ട്. കാരണം ഇത്രയും ഉപയോഗം ഉണ്ടെങ്കിൽ പോലും ഇതിൽ 20 ദശലക്ഷം യൂണിറ്റ് മാത്രമാണ് സംസ്ഥാനത്തെ ജലവൈദ്യുത പദ്ധതിയിൽ നിന്ന് ഉത്പാദിപ്പിക്കാൻ കഴിയുന്നത്. ബാക്കിയുള്ള വൈദ്യുതി പുറത്തുനിന്ന് വാങ്ങുകയും താപവൈദ്യുത നിലയങ്ങളിൽ നിന്ന് ഉൾപ്പെടെ വാങ്ങുകയുമാണ്. പക്ഷേ ഇതിനേക്കാളൊക്കെ ബോർഡിനെ അസ്വസ്ഥരാക്കുന്നതും പ്രതിസന്ധിയിലാക്കുന്നതും ഉയർന്ന ആവശ്യകതയാണ്. ഈ ആവശ്യകത വർദ്ധിക്കുന്നതനുസരിച്ച് പ്രസരണ വിതരണ ശൃംഖലകളിൽ നഷ്ടം സംഭവിക്കുന്നു, കേടുപാടുണ്ടാകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ബോർഡ് വ്യക്തമാക്കുന്നത്. ഇത് ട്രാൻസ്ഫോമറിലെ ഫ്യൂസ് പോകുന്നതിനിടയാക്കും. ഇത് ഒരു പ്രദേശത്താകെ ഇരുട്ടിലാക്കുന്നതിനും ഇതിടയാക്കുന്നു. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. ഇത്തരത്തിലുള്ള വൈദ്യുതി പ്രതിസന്ധി സംസ്ഥാനത്ത് നിലവിലുണ്ട് എന്ന് തന്നെ ബോർഡും വ്യക്തമാക്കുന്നുണ്ട്. ഗോപികൃഷ്ണൻ. വി ഗിരീഷാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്.